ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോറക്സ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഇല്ല എങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഡെഫിനറ്റ്ലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 100% നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ബെനിഫിറ്റ് ആകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കരിയറിൽ, ട്രേഡിംഗ് കരിയറിൽ എപ്പോഴും സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജികൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കോംപ്ലക്സ് സ്ട്രാറ്റജികൾ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ, എക്സാമ്പിൾ SMC കൺസെപ്റ്റ്, അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് സെറ്റപ്പുകളുണ്ട്. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, ഒരു കോമൺ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഡിസിഷൻ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വളരെ സിമ്പിളായിട്ടുള്ള സെറ്റപ്പുകൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് SFP സ്ട്രാറ്റജി. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. SFP സ്ട്രാറ്റജി. അപ്പോൾ എന്താണ് FFP സ്ട്രാറ്റജി നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു പേര് കേട്ടിട്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിംഗ് ഫെയിലിയർ പാറ്റേൺ, SFP. അപ്പോൾ വാട്ട് ഈസ് SFP? So SFP occurs when the price briefly breaks a key level, swing high or low, but fails to sustain and reverse direction. അപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് ഡ്രോ ചെയ്തിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി ഈസിലി മനസ്സിലാക്കും. നോർമലി മാർക്കറ്റ് ഒരു സ്വിംഗ് ഹൈ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് നെക്സ്റ്റ് ടൈം ഈ ഒരു സ്വിംഗ് ഹൈ ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു. ബട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു ബ്രിഫിലി ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ടാണ് നടന്നിരിക്കുന്നത്. ബട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ച് പ്രൈസ് വീണ്ടും ഈ ഒരു സിംഗിൾ ഹൈൻ്റെ താഴോട്ട് വരുന്ന ആ ഒരു പാറ്റേണിനെയാണ് SFP പാറ്റേൺ എന്ന് പറയുന്നത്, സ്വിംഗ് ഫെയിലിയർ പാറ്റേൺ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇത് വളരെ കോമൺ ആണ് ഫോറക്സിൽ, ഇൻഡെക്സിൽ ആൻഡ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ. വളരെ കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ആൻഡ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുവാണെങ്കിൽ ഹെൽപ്സ് അവോയ്ഡ് ട്രാപ്സ് സെറ്റ് ബൈ സ്മാർട്ട് മണി. വളരെ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഒരുപാട് ട്രാപ്പുകൾ ക്രിയേറ്റ് ചെയ്യും റീറ്റെയിൽ ട്രേഡേഴ്സിന് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ല, അവരുടെ സ്റ്റോപ്പ് ലോസ് എടുത്താൽ മാത്രമേ അവർക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ട്രാപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യും. ബട്ട് ഈ ഒരു സെറ്റപ്പ് നമുക്ക് കുറച്ചുകൂടി ഡെപ്തായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. രണ്ടാമത്, ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ പ്രോബബിലിറ്റി ട്രേഡ് സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഒരു ഹൈ പ്രോബബിലിറ്റി ആണ്. അവിടെ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈമിൽ റിസ്ക് റിവാർഡ് റേഷ്യോയും വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് ഈ ഒരു SFP സ്ട്രാറ്റജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് അതിൻ്റെ കീ കൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ലോജിക്ക്, അല്ലെ, ലോജിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കത് ഈസിലി നമുക്ക് ലൈവ് മാർക്കറ്റിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇമേജിൽ കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, അപ്പ് സൈഡിലോട്ട് ഒരു മാർക്കറ്റാണ് മൂവ്മെൻറ്റ് നടത്തി, പിന്നീട് ഒരു അപ്പ് ആൻഡ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഒരു സിമ്പിൾ മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു ലോ പോയിൻറ്റിനെ പറയുന്നതിനാണ് എന്താണ് പറയുന്നത്, സ്വിംഗ് ലോ എന്നാണ് പറയുന്നത്. സ്വിംഗ് ലോ, ഇതും ഒരു സ്വിംഗ് ലോയാണ് ആൻഡ് ഇതും ഒരു സ്വിംഗ് ലോയാണ്. ആൻഡ് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഹൈ പോയിൻ്റ് പറയുന്നതാണ് സ്വിംഗ് ഹൈ പോയിൻ്റ്. സ്വിംഗ് ഹൈ പോയിൻ്റ്, ഇതും ഒരു സ്വിംഗ് ഹൈ പോയിൻ്റ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, ഇനി ഇതിൻ്റെ ലോജിക്ക് നമുക്ക് നോക്കാം. ഇതാരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇവൻ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയി, ദെൻ മാർക്കറ്റിൽ ഒരു സഡൻ സെല്ലിങ് അവിടെ നടന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു സ്വിംഗ് ഹൈയിൽ നിന്നാണ് സെല്ലിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ആ ഒരു ഏരിയയിൽ സെല്ലേഴ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, അല്ലേ? സെല്ലേഴ്സാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സെല്ലേഴ്സ് ആണ് വന്നിട്ടുണ്ടെന്ന് പറയാം. ദെൻ മാർക്കറ്റ് താഴോട്ട് വന്നു, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പം ഈ ഒരു ലെവലിൽ ബയേഴ്സ് ഇൻട്രസ്റ്റ് ആണ് ആൻഡ് ബയേഴ്സ് മാർക്കറ്റിനെ എന്ത് ചെയ്തു, പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുപോയി. ദെൻ എഗെയിൻ മുകളിലോട്ട് സമയത്ത് ഇവിടെ സെല്ലേഴ്സ് വന്നു. ദെൻ എഗെയിൻ മാർക്കറ്റ് വന്ന സമയത്ത് ഇവിടുന്ന് ബയേഴ്സ് വന്ന് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി. എഗെയിൻ മാർക്കറ്റിനെ ബയേഴ്സ് വന്ന് മുകളിലോട്ട് കൊണ്ടുപോയി. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു സൈക്കോളജി. ഇനി ഒരു കാര്യം ആലോചിക്കും, ഇപ്പോൾ ഞാനാണ് ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ പേഴ്സണലി മാർക്കറ്റ് ഒരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് കണ്ടു, ഞാൻ ഇതൊരു പുൾ ബാക്ക് ആണെന്ന് മനസ്സിലാക്കി ഞാൻ ഇവിടുന്ന് ഒരു ബൈ എൻട്രി എടുത്തു. ബൈ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുമല്ലോ. ആ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും വെക്കുക? ഡെഫിനറ്റ്ലി 90% ആൾക്കാരും ഇതിൻ്റെ താഴെ, അല്ലെ, ഈ ഒരു സിംഗിൾ ലോയിൻ്റെ താഴെ അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിലായിരിക്കും സ്റ്റോപ്പ് ലോസ് കൂടുതലായിട്ടും ഉണ്ടായിരിക്കുക. ഞാനാണെങ്കിലും ശരി, നിങ്ങളാണെങ്കിലും ശരി, അല്ല, ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക.
ഓക്കെ. അപ്പം ഇവിടെ ഒരുപാട് സ്റ്റോപ്പ് ലോസസ് ഉണ്ട്. ബയേഴ്സിൻ്റെ അറ്റ് സെയിം ടൈമിൽ മുകളിൽ സെല്ലേഴ്സ് എന്ത് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ റെസിസ്റ്റൻസ് ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് എന്ത് ചെയ്തു, പുതിയ പൊസിഷൻ സെല്ലേഴ്സ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടിട്ട്. അപ്പോൾ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? ഡെഫിനറ്റ്ലി ഈ ഒരു സിങ് ഹൈൻ്റെ മുകളിലായിരിക്കും സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസസ് ഉണ്ടായിരിക്കാം, അല്ലേ? ഇവിടുത്തെ ഞാനാണ് സെല്ല് ചെയ്യുന്നെങ്കിൽ താഴോട്ട് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്ത് പൊസിഷൻ എടുത്തു, സ്റ്റോപ്പ് ലോസ് ഡെഫിനറ്റ്ലി അതിൻ്റെ മുകളിലായിരിക്കും വെച്ചിരിക്കുക, അല്ലേ? അപ്പോൾ നോർമലി നമ്മൾ ഈ ഒരു കീ കൺസെപ്റ്റിൽ നമ്മൾ സിങ് ഹൈയും സിങ് ലോയും മനസ്സിലാക്കി, ബയേഴ്സ് ആണ് പൊസിഷൻ എടുക്കുന്നതും സെല്ലേഴ്സ് പൊസിഷൻ എടുക്കില്ല, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ഒരു പാറ്റേണിൻ്റെ ആ ഒരു ലോജിക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പാറ്റേൺ എന്ത് ചെയ്തു, മാർക്കറ്റ് ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് നടത്തി. ബ്രേക്ക് ഔട്ട് നടത്തിയ സമയത്ത് ഓൾറെഡി സെല്ലിംഗ് പൊസിഷൻ എടുത്തിരിക്കുന്ന ആൾക്കാർ, ദാറ്റ് മീൻസ് സെല്ലേഴ്സിൻ്റെ എസ് ഇവിടെ ഹിറ്റ് ചെയ്തതായിട്ട് കാണാം. എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ എസ് ഹിറ്റ് ചെയ്തു, റൈറ്റ്. അപ്പം ഓൾറെഡി സെല്ല് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്തു, ട്രാപ്പ് ആയിട്ടുണ്ട്. ഓൾറെഡി സെല്ല് ചെയ്ത ആൾക്കാർ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതൊരു ബ്രേക്ക് ഔട്ട് ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഔട്ട് നടക്കുന്ന എന്ത് ചെയ്യും, പുതിയ ബയേഴ്സ് വരും. ഐ മീൻ പുതിയ റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ബൈയിങ് പൊസിഷൻ എടുക്കും, എഗെയിൻ ബൈയിങ് പൊസിഷൻ എടുക്കും, റൈറ്റ്. ബൈയിങ് പൊസിഷൻ എടുക്കുന്ന സമയത്ത് നോർമലി റെസിസ്റ്റൻസ് ലെവലിൻ്റെ താഴെയായിട്ടായിരിക്കും സ്റ്റോപ്പ് ലോസ്, പുതിയ ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. അപ്പം എക്സാക്ട്ലി സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്ന് പുതിയ ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന ഒരു ലോജിക്കാണ് ഈ ഒരു സിങ് ഫെയിലർ പാറ്റേൺ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലോജിക്കാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലോജിക്ക് ജസ്റ്റ് മനസ്സിലാക്കുവാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആരുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ട്രാപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ലൈവ് മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ലോജിക്ക് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലായി, അല്ലേ? അതായത് ഒരു സിങ് ഹൈ ബ്രേക്ക് ഔട്ട് നടത്തി അത് സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ച് വീണ്ടും ആ ലെവലിൻ്റെ താഴോട്ട് വരുന്നതിനാണ് നമ്മൾ, അങ്ങനെ വരുന്ന പാറ്റേണിനെയാണ് നമ്മൾ SFP പാറ്റേൺ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ കീ കൺസെപ്റ്റ്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി. ഇനി എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റെപ്പുകൾ, എങ്ങനെ നമുക്ക് ഈ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്സ് ടു ഐഡൻറ്റിഫൈ SFP, റെക്കഗ്നൈസ് കീ ലെവൽസ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിലുള്ള കീ ലെവൽസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, കീ ലെവൽസ്. അപ്പോൾ കീ ലെവൽസ് എന്ന് പറഞ്ഞത് നമുക്കിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിങ് ഹൈയും സിങ് ലോയും അതൊരു കീ ലെവൽസാണ്, അല്ലേ? സിങ് ഹൈയും ദെൻ സിങ് ലോയും, ദെൻ ചില സമയങ്ങളിൽ ഓൾ ടൈം ഹൈ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കീ ലെവലാണ്. ആൻഡ് ദെൻ റൗണ്ട് സൈക്കോളജിക്കൽ നമ്പർ, ഇതും നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കീ ലെവൽസാണ്. പിന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ, ദെൻ അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഇതൊക്കെ എന്താണ് ഒരു കീ ലെവൽസാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ആ ഒരു ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു ലെവൽ ഞാൻ കീ ലെവൽ ഐഡൻറ്റിഫൈ ചെയ്തു, ഇതൊരു കീ ലെവലാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അവിടെ നടക്കുന്ന ബ്രേക്ക് ഔട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മാർക്കറ്റിൽ പെട്ടെന്നൊരു ബ്രേക്ക് ഔട്ട് നടന്നി. സോ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് നമുക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകും, ഓടി കയറി ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളത്, അല്ലേ? അത് ഒരു 90% റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകും, അല്ലേ? അവരുടെ ഒരു സൈക്കോളജി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുക. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഓക്കെ അവിടെ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. ഓക്കെ, എന്ത് ചെയ്യും നമ്മൾ, മാർക്കറ്റ് ജസ്റ്റ് ബ്രേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തു, വാച്ച് ഫോർ പ്രൈസ് ബ്രീച്ച് ഇൻ ദ സ്വിംഗ് ലെവൽ നോക്കി, ആൻഡ് ലുക്ക് ഫോർ ഫെയിൽഡ് അറ്റംപ്റ്റ്സ്. അതായത് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ ഫെയിലായിട്ടുള്ള വരുന്ന ആ ഒരു പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യുക. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് കൺഫർമേഷൻ തരും. ഇപ്പം നോർമലി ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ഈ ടൈപ്പ് ഓഫ് ക്യാൻഡിൽ, അതായത് വളരെ വലിയ വിക്കോടെയുള്ള ക്യാൻഡിൽ ഫോർമേഷൻ നടക്കാറുണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി ലോങ് വിക്കായിട്ടുള്ളത്, അത് എന്താണ് ഒരു കൺഫർമേഷനാണ് അവിടെ അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തില്ല എന്നുള്ളത്. നോർമൽ റിജക്ഷൻ ക്യാൻഡിൽസിനൊക്കെയാണ് നമ്മളതിന് പറയുന്നത്. ഓക്കെ, റിജക്ഷൻ ക്യാൻഡിൽ, ലോ വിക്സ്. അപ്പോൾ അങ്ങനെ വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്തായാലും വാച്ച് ചെയ്യുക. ആൻഡ് ജസ്റ്റ് വാച്ച് ചെയ്ത് ഓക്കെ ലെവലിൽ ഓക്കെ വന്നു, ഓക്കെ റിജക്ഷൻ ക്യാൻഡിൽ വന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഉള്ളത് കൺഫർമേഷനാണ്. നമുക്ക് കൺഫർമേഷൻ വേണം, അല്ല ഒരു ഫെയിൽഡ് ആണെന്നുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഒരു 80% കൺഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡ് നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ക്യാൻഡിൽ ക്ലോസ് ബാക്ക് ബിലോ ദ സ്വിംഗ് ലെവൽ, അതായത് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ച് ഈ ഹൈൻ്റെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസിങ് വരുവാണെങ്കിൽ,
നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണോ ടൈം ഫ്രെയിം, ഏത് ടൈം ഫ്രെയിമിൽ ഇത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏതാണോ ടൈം ഫ്രെയിം അത് അതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ അതൊരു കൺഫർമേഷനായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് അഡീഷണൽ കൺഫർമേഷൻ നോക്കുവാണെങ്കിൽ ബ്രേക്കൗട്ടിൽ വളരെ സ്പൈക്കായിട്ട് വളരെ ഫാസ്റ്റായിട്ട് വോളിയം ഇൻക്രീസ് ചെയ്തു. ആൻഡ് റിവേഴ്സിൽ വരുന്ന സമയത്ത് എന്താണ് വോളിയം കൂടുതലായിട്ട് തന്നെ അവിടെ വന്നു, നല്ല ഷാർപ്പായിട്ടുള്ളൊരു വോളിയം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പറയാം, ഓക്കെ ഇതൊരു അഡീഷണൽ കൺഫർമേഷൻ കൂടിയാണ് അവിടെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് നടക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു എന്നുള്ളൊരു കൺഫർമേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഇത് വോളിയത്തിൻ്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണലാണ്, ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമാണ്. ക്യാൻഡിൽ ക്ലോസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ SFP പാറ്റേൺ കൺഫേം ചെയ്തു. ഇനി നമുക്ക് എൻട്രി ക്രൈറ്റീരിയ ആണ്, എൻട്രി ആൻഡ് എക്സിറ്റ് റൂൾ. ഓക്കെ, നമ്മൾ മാർക്കറ്റ് ബ്രേക്കൗട്ട് നടത്തി, ഫെയിൽഡ് ബ്രേക്കൗട്ടായി, റൈറ്റ്, തിരിച്ച് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, കൺഫേം ചെയ്തു. ഇനി എൻ്റർ ഷോർട്ട് ആഫ്റ്റർ എ ഫെയിൽഡ് സ്വിങ് ഹൈ ബ്രേക്കൗട്ട്, അതായത് ഇത് സ്വിങ് ഹൈ ബ്രേക്കൗട്ടാണ്, ഫെയിൽഡ് ചെയ്തു. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് ചെയ്തു, അതായത് നമ്മൾ സെല്ല് ചെയ്തു, മാർക്കറ്റ് സെല്ല് ചെയ്തു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഒന്നുകിൽ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത ഹൈയിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം, അതാണ് കുറച്ചുകൂടി സേഫ്, റൈറ്റ്. ആ ഒരു ബ്രേക്ക് ചെയ്തിട്ടൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുള്ളൂ, അതിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി ഒരു ബഫർ ഇട്ട് കൊടുത്തിട്ട്, കുറച്ച് ഒരു സ്പേസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ആൻഡ് ടാർഗറ്റ് എപ്പോഴും നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ നമുക്ക് കീപ്പ് ചെയ്യാം. സെൽ എൻട്രി ആണ് എടുക്കുന്നതെങ്കിൽ സപ്പോർട്ട് ലെവൽ, അല്ലെങ്കിൽ മിനിമം 1:2 എന്ന രീതിയിൽ, അത് ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ, മിനിമം 1:2 എന്ന രീതിയിൽ നമുക്ക് ബുക്ക് ചെയ്യാം, റൈറ്റ്. ഇനി എൻ്റർ ലോങ് ആഫ്റ്റർ എ ഫെയിൽഡ് സ്വിങ് ലോ ബ്രേക്ക് ഡൗൺ വരുന്ന സമയത്ത്, റൈറ്റ്, ബ്രേക്ക് ഡൗൺ ചെയ്ത് തിരിച്ച് കയറുന്ന സമയത്ത് ഇതാണ്, ഇവിടെ നമ്മൾ ബൈ എൻട്രി എടുക്കുന്നു, സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വെക്കുന്നു, ടാർഗറ്റ് മിനിമം 1:2 എന്ന രീതിയിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് എൻട്രി ആൻഡ് എക്സിറ്റ് റൂള്. മിനിമം 1:2 കിട്ടുവാണെങ്കിൽ മാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, അല്ലാത്ത ട്രേഡുകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഇപ്പം ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ലെവലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈവൻ 1:5 1:10 ഒക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് പാർഷ്യലി പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്ത്, അത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ 30% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയോ ബാക്കിയുള്ള പ്രോഫിറ്റ് എന്താണ് ഹോൾഡ് ചെയ്യുകയോ എന്ന രീതിയിൽ നിങ്ങളുടെ ട്രേഡിങ് നിങ്ങൾക്ക് എന്താണ് ചെയ്യാം, റൂളുകൾ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് എൻട്രി ആൻഡ് എക്സിറ്റ് റൂള്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പം ഞാനിവിടെ ഫോറക്സ് ചാർട്ട്, ഞാൻ ഗോൾഡിൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡാണ് എനിക്ക് കുറച്ചുകൂടി ഫേവറേറ്റ്. ഗോൾഡ് മാത്രമല്ല, നമുക്ക് ഏത് കറൻസി പെയർ ആണെങ്കിലും ശരി, കൊമോഡിറ്റി ആണ്, മെറ്റൽ ആണെങ്കിൽ ശരി, എല്ലാത്തിലും വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു സ്വിങ് പാറ്റേൺ, SFP പാറ്റേൺ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ച് നോക്കുക. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്വിങ് ലോ പോയിന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ടൈം അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് നോക്കി ഇത് സസ്റ്റെയിൻ ചെയ്യാതെ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ തിരിച്ച് മുകളിലോട്ട്, അതായത് ആ ഒരു സ്വിങ് അതിൻ്റെ മുകളിലോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം അതൊരു കൺഫർമേഷനാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഒരു ബൈ എൻട്രി നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാം. സ്വിങ് ലോ ബ്രേക്ക് ഡൗൺ ചെയ്തു, ഫെയിലായി മീൻസ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ്, ഓൾറെഡി ബൈ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യും, സ്ട്രോങ് ആയിട്ട് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തരും. അപ്പം ടാർഗറ്റ് ഞാൻ അങ്ങനെ ഫിക്സഡ് ആയിട്ട് ടാർഗറ്റ് പറയുന്നില്ല, ഒന്നെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരെ, അല്ലെങ്കിൽ 1:2 അല്ലെങ്കിൽ പാർഷ്യലി പ്രോഫിറ്റ് ചെയ്ത് മാക്സിമം റൈഡ് ചെയ്യാൻ നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു SFP പാറ്റേൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ട്രേഡ് കൺസിഡർ ചെയ്യാം. ഒരു കൺഫ്യൂഷൻ പലർക്കും ഇപ്പോൾ ഉണ്ടാവും, ഏത് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നോർമലി 5 മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ടൈം ഫ്രെയിമാണ് 5 മിനിറ്റ്. കുറച്ചുകൂടി സ്കാൽപ്പിംഗ് ട്രേഡിംഗ് ഒക്കെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, പെട്ടെന്നുള്ള ഫ്ലക്ച്വേഷനാണ് ക്യാപ്ചർ ചെയ്യുന്നതെങ്കിൽ ഈവൻ സ്മോളർ ടൈം 3 മിനിറ്റ്, ഈവൻ 1 മിനിറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ സ്റ്റൈൽ അനുസരിച്ചിട്ടാണ്. ബട്ട് ഈ ഒരു കൺസെപ്റ്റ് എല്ലാ ടൈം ഫ്രെയിമിലും, ഈവൻ 1 വീക്കിലെ ടൈം ഫ്രെയിമിൽ പോലും വർക്ക് ചെയ്യും. ഓക്കെ, സോ അതിനെപ്പറ്റി നിങ്ങൾ നോക്കണ്ട. അപ്പോൾ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ 5 മിനിറ്റ് യൂസ് ചെയ്യാം. ആൻഡ് ഫോറക്സ് ഒക്കെ 24 hour ആണ്. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് അവിടെ കിട്ടും, എന്താണ് നടക്കുന്നത്. 5 മിനിറ്റിൽ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും മാർക്കറ്റിൻ്റെ ആ ഒരു ഈവൻ ആ ഒരു പാറ്റേൺ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ കാണാം. ഇതും SFP പാറ്റേൺ ആണ്, റൈറ്റ്. ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ. സ്വിങ് ലോ ആണ്, ബ്രേക്ക് ഡൗൺ ചെയ്തു,
തിരിച്ചും ബ്രേക്ക് ഡൗൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നവരെ തിരിച്ച് കയറി, അപ്പം നമുക്ക് എന്താണ് ബൈ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ നമ്മൾ വെക്കുന്നു. നെക്സ്റ്റ് ടാർഗറ്റ് 1/2 അല്ലെങ്കിൽ നിയറസ്റ്റ് റെസിസ്റ്റൻറ്റ് ലെവൽ. റൈറ്റ്. ദെൻ ഇവിടെ ഒരു സെൽ എൻട്രി എടുത്ത ഒരു പാറ്റേൺ. ഇതൊരു സ്വിങ് ഹൈ പാറ്റേൺ ആണ്. സോറി, ഇതൊരു സ്വിങ് ഹൈ ആണ്. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് നടത്തി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ബട്ട് സ്റ്റിൽ മാർക്കറ്റിന് ഇനഫ് പ്രഷർ ഇല്ലാത്തതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ഇത് തിരിച്ച് ആ ഒരു സിംഗിൾ ലോയിൻ്റെ താഴോട്ട് വന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് നമുക്കൊരു ഷോർട്ട് എൻട്രി, ഒരു സെൽ എൻട്രി നമുക്ക് അവിടെ നിന്ന് കൺസിഡർ ചെയ്യാം. സോ ടാർഗറ്റ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ 1/2 അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ഏത് ടൈപ്പ് ഓഫ് മൊമെൻ്റ് ആണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു സ്വിങ് ഫെയിലിയർ പാറ്റേൺ. ഇപ്പം ഇത് എപ്പോഴും എല്ലാ തവണയും ഓരോ ദിവസവും വരുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇതിന് വേണം നല്ല ക്ഷമ വേണം. അപ്പോൾ ഇത് വരുന്ന സമയത്ത് നിങ്ങൾ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹൈ റിസ്ക് റിവാർഡിലുള്ള ട്രേഡുകൾ നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു ഞാനിപ്പം ചെക്ക് ചെയ്ത സമയത്ത് മോസ്റ്റ്ലി എല്ലാ ദിവസങ്ങളും ഇതുപോലുള്ള ട്രേഡിങ് ട്രാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ബട്ട് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമുക്ക് ട്രേഡിങ്ങിനോട് സമീപിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. കുറച്ചുകൂടി ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ ട്രേഡുകളും കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഒരു അഡ്വാൻസ്ഡ് ടിപ്സ് പറയുകയാണെങ്കിൽ കമ്പൈൻ SFP വിത്ത് വോളിയം പ്രൊഫൈൽ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു എന്താണ് പാറ്റേൺ എന്നുള്ളത്. അപ്പം അതിൻ്റെ കുറച്ചുകൂടി അക്യുറസി കൂട്ടാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ വേണ്ടി നമുക്ക് വോളിയം പ്രൊഫൈൽ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. VP അത് ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വോളിയം പ്രൊഫൈൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും. അതിന് വോളിയം പ്രൊഫൈലിൻ്റെ ഇൻഡിക്കേറ്റർ ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. VP എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ മൊമെൻറ്റം ഇൻഡിക്കേറ്റർ, RSI, സ്റ്റൊക്കാസ്റ്റിക്, എക്സെട്ര ഇതൊക്കെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഞാനത് പറയാൻ കാരണം ഓരോരുത്തർക്കും ഓരോ ട്രേഡിംഗ് അല്ലെങ്കിൽ സെറ്റപ്പാണ്, ഓരോ മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അനലൈസ് ഹയർ ടൈം ഫ്രെയിം ഫോർ സ്ട്രോങ് സിഗ്നൽ. ഡെഫിനറ്റ്ലി ഇത് നമ്മൾ നോക്കിയിരിക്കാം. എപ്പോഴും ഹയർ ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് ഏതാണ് ആ ഒരു ബ്രോഡർ ട്രെൻഡിനനുസരിച്ച് എടുക്കുന്ന സമയത്ത് ഹൈ പ്രോബബിലിറ്റി, ഹൈ റിസ്ക് റിവാർഡുള്ള ട്രേഡിംഗ് സെറ്റപ്പ് നമുക്ക് കിട്ടും. പിന്നെ അവോയ്ഡ് ഇമ്പൾസീവ് ട്രേഡ്സ് ഡ്യൂറിങ് ന്യൂസ് ഇവൻറ്റ്സ് ആൻഡ് ഹൈ വൊളാറ്റിലിറ്റി. ചില സമയങ്ങളിൽ മാർക്കറ്റ് ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് ചെയ്യും. അങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും ഓടിപ്പോയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക. കാരണം അത് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഹൈ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് അങ്ങനെയുള്ള സ്ഥലം ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് മാറി നിൽക്കാം. പിന്നെ അനലൈസ് പ്രൈസ് ആക്ഷൻ. ഡെഫിനറ്റ്ലി ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാനിതൊന്നും റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അനലൈസ് പ്രൈസ് ആക്ഷൻ. പ്രൈസ് ആക്ഷൻ മീൻസ് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ ബിഹേവിയർ, പാറ്റേൺസ്, മൊമെൻറ്റം, ബ്രേക്ക് ഔട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം ട്രേഡ് എടുക്കുക. അതുകൂടി അങ്ങനെ അനലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളുടെ റിസൾട്ട് എപ്പോഴും ബെറ്റർ ആയിരിക്കും. അല്ലേ, അപ്പോൾ നിങ്ങളെടുക്കുന്ന പോലെ ആയിരിക്കും ഞാൻ എടുക്കുക. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കില്ല. അപ്പം ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് നമ്മൾ റീസെൻ്റ്ലി ഈ കാര്യങ്ങളൊക്കെ ലേൺ ചെയ്ത് വരുന്ന സമയത്ത് നമ്മളുടെ ഡിസിഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് നല്ല ഒബ്സർവേഷൻ പവർ നമുക്ക് അവിടെ കിട്ടും, റൈറ്റ്. ഓക്കെ. സോ അപ്പോൾ എന്തായാലും ഈ ഒരു സ്ട്രാറ്റജി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പ് SFP. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം പഴയ ചാർട്ടുകളൊക്കെ എടുക്കുക, എങ്ങനെയാണ് പാറ്റേൺസ് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ളത്, ഫെയിലായിട്ടുള്ളത് എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുക, മെയിൻ പോയിൻ്റ് ഡയറിയിൽ മാർക്ക് ചെയ്തിരിക്കുക. ആൻഡ് ഈ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് പോയിൻ്റൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നിങ്ങൾ ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ. താങ്ക് യു.